നമസ്കാരം. ലൈംഗിക ചൂഷണത്തെ തുടർന്ന് ലിംഗം ഛേദിച്ചുവിട്ട ശ്രീഹരിസ്വാമിയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. വിവിധയിടങ്ങളിലെ പണമിടപാടുകൾ, സ്ഥലം വാങ്ങൽ തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അരുൺ, എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ശ്രീഹരിസ്വാമിയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? 11ാം ക്ലാസ് മുതൽ തന്നെ ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയാകുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് പോലീസ് ലഭിച്ചത്. പ്രധാനമായും പെൺകുട്ടി ഇതിനകത്ത് പറയുന്നത് രക്ഷകർത്താക്കളോട് തങ്ങൾക്ക് പറയാൻ പേടിയായിരുന്നു. പ്രധാനമായും കാരണം എന്ന് പറയുന്നത് രക്ഷകർത്താക്കൾ സ്വാമിയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത്. അതിനാൽ തന്നെ തങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു. അനിയനോട് പറയണമെന്ന പലതവണ വിചാരിച്ചു. എങ്കിൽ പോലും അനിയനോട് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അനിയനോട് പറയുന്നതിനോട് മാനക്കേട് ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് അനിയനോടും പറയാഞ്ഞത്. കൂട്ടുകാരികളോടും സുഹൃത്തുക്കളോടും ഒന്നും പറയാഞ്ഞതിന്റെ കാരണം പ്രധാനമായി ഇത് തന്നെയാണ് പെൺകുട്ടി ബോധ്യമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പുതുതായി പുറത്തു വരുന്ന വാർത്ത, സംഭവം നടക്കുന്ന ദിവസം സ്വാമിയുടെ ഒരു സഹായി എന്ന് പറയുന്ന അയ്യപ്പദാസ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അയ്യപ്പദാസിനെ കഴിഞ്ഞ 3 ദിവസമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. സാമ്പത്തിക ഇടപാടുമായി സ്വാമിക്കുള്ള എല്ലാ ഇടപാടും അയ്യപ്പദാസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അയ്യപ്പദാസിൽ നിന്നും 10 ലക്ഷം രൂപ മേടിച്ചതാണ് അയ്യപ്പദാസുമായി സ്വാമിക്കുണ്ടായിരുന്ന ബന്ധം. ഇതേ തുടർന്ന് അയ്യപ്പദാസ് സ്വാമിയുടെ കൂട്ടത്തിൽ ചേരുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി അയ്യപ്പദാസും സ്വാമിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്നും എല്ലായിടത്തിലുള്ള സാമ്പത്തികമായുള്ള എല്ലാ ഇടപാടുകളും അയ്യപ്പദാസ് വഴിയാണ് സ്വാമി നടത്തിയതുമായ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം, കോഴഞ്ചേരി ഭാഗങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നു. പേട്ട സിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചവറ ആശ്രമം കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. ഒരു ആശ്രമം വയ്ക്കാനെന്ന രീതിയിലാണ് പണം വാങ്ങിയിരുന്നത്. ഈ പൈസ പിന്നീട് ഈ ഭക്തർക്കാർക്കും തിരിച്ചു കൊടുത്തില്ല എന്നൊരു മൊഴി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അയ്യപ്പദാസിൽ നിന്നും ലഭിച്ചപ്പോഴുള്ള പ്രധാന മൊഴി എന്ന് പറയുന്നത് സ്വാമിയും കുടുംബവും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. സ്വാമിക്ക് കുടുംബം പലതവണ പൈസ കൊടുത്തത് തനിക്കും അറിയാം എന്നൊരു കാര്യം അയ്യപ്പദാസും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കുട്ടിയിൽ നിന്നും പോലും 5 ലക്ഷം രൂപ കുട്ടിയോട് പറഞ്ഞ് വീട്ടുകാർ 5 ലക്ഷം രൂപ സ്വാമി വാങ്ങിയതായും അയ്യപ്പദാസ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അയ്യപ്പദാസും ഈ ബന്ധത്തിൽ ഒരു ഭാഗവാക്കാകിയിരിക്കുന്നു. അയ്യപ്പദാസിനെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. മറ്റൊരു സുപ്രധാനമായ കാര്യം, കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെങ്കിൽ പോലും കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. പോലീസ് ഇതിനകത്ത് ദുരൂഹത തുടരുന്നു എന്നാണ് വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്. പ്രധാനമായും പറയുന്നത് കുട്ടിയെ ഇതുവരെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ പ്രധാനമായി പറയുന്നത് കുട്ടി സന്നദ്ധത പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗിക കേസ് ഉണ്ടായാൽ ഇത്ര സമയത്തിനുള്ളിൽ തന്നെ അത് പ്രധാനമായും വൈദ്യപരിശോധന ഹാജരാക്കണമെന്നൊരു ചട്ടമുണ്ട്. ഇത് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടില്ല എന്നും വനിതാ കമ്മീഷൻ ഉദ്യോഗസ്ഥരും പുറത്തു പറയുന്നു. ഇത് സംഭവത്തിന് ദുരൂഹത വീണ്ടും വെളിപ്പെടുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. അരുൺ, ഇപ്പോൾ സന്യാസിയെ പൂർണ്ണമായും ചോദ്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില? കഴിഞ്ഞ ദിവസം സന്യാസിയെ ചോദ്യം ചെയ്യാൻ പോയ പോലീസുകാരോട് സന്യാസി ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു. തന്റെ ലിംഗം ഛേദിച്ചതിൽ തനിക്കില്ലാത്ത കുറ്റം ആർക്കാണ്, തനിക്കില്ലാത്ത പരാതി ആർക്കാണ് എന്നൊരു ചോദ്യമായിരുന്നു ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. ഇതിനാൽ തന്നെ പിന്നീട് ചോദ്യങ്ങളുമായി ഉദ്യോഗസ്ഥരാരും തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ പോലീസ് സെല്ലിലാണ്, മെഡിക്കൽ കോളേജ് പോലീസ് സെല്ലിലാണ് ഇപ്പോൾ സ്വാമി ഉള്ളത്. 2 ദിവസത്തിനുള്ളിൽ സ്വാമിയെ ഇവിടുന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. ഇത് മോചിപ്പിച്ചാൽ ഉടൻ തന്നെ സ്വാമിയെ വിശദമായ പരിശോധനയ്ക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്വാമിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടുതൽ ലഭിക്കൂ എന്ന് പോലീസും മനസ്സിലാക്കിയിട്ടുണ്ട്. അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ നമ്മോടൊപ്പം രാഹുൽ ഈശ്വർ, ഹിമവൽ ഭദ്രാനന്ദ, സ്വാമി യോഗി ശിവാനന്ദ സ്വരൂപൻ, ചിന്താ ജെറോം തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, കഴിഞ്ഞ 1 വർഷത്തെ ചർച്ചകൾ എടുത്തു നോക്കിയാൽ, ടെലിവിഷൻ മീഡിയയിലുള്ള സംവാദം പരിശോധിച്ചാൽ, മദ്രസാധ്യാപകർ, പള്ളിയിലെ അച്ഛന്മാർ, സന്യാസിമാർ അല്ലെങ്കിൽ കാഷായ വസ്ത്രധാരികൾ, ഇവരുടെ ലൈംഗിക പീഡന കഥകൾ യഥാർത്ഥത്തിൽ മനോവൈകൃതമുള്ളവരാണോ ഈ തരത്തിലുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പോകുന്നത്? നികേഷ് സാർ, ബഹുഭൂരിപക്ഷം സന്യാസിമാരും നല്ലവരാണ്. ബഹുഭൂരിപക്ഷം പള്ളിയിലച്ചന്മാരും മൗലവിമാരും നല്ലവരാണ്. ആ നല്ലവരുടെ ഇടയിൽ 100-ൽ ഒരാളോ 1000-ൽ ഒരാളോ എന്ന പോലെ ഇതേപോലെ ചീത്തപ്പേരുണ്ടാക്കാൻ തീർച്ചയായും ആൾക്കാരുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഘടനാപരമായി തന്നെ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നികേഷ് സാറിന്റെ പക്ഷേ ഓർമ്മ കാണും, അങ്ങയുടെ തന്നെയാണ് സമാനമായി ഏറ്റവും വലിയ വിശ്വാസവുമായി ബന്ധപ്പെട്ട അഴിമതികളിലൊന്നായ ശബരിമല ദേവപ്രശ്നം കൊണ്ടുവന്നു. അന്ന് തന്നെ ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം തന്നെ നോക്കൂ, അരുൺ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. ഈ സന്യാസിമാരുടെയും പള്ളിയിലച്ചന്മാരുടെയും മൗലവിമാരുടെയും നാട്ടിലെ ആത്മീയ സ്ഥാപനങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആക്കണം. ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു മോണിറ്ററി
ചെയ്യാൻ, ഇവരെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ 100-ൽ 1 തെറ്റായി പോകുന്നവരെ മോണിറ്റർ ചെയ്യാൻ നമുക്കൊരു സർവേലൻസ് മെക്കാനിസം വേണം. ശ്രീനാരായണ ഗുരുദേവനും വിവേകാനന്ദനും ചട്ടമ്പിസ്വാമിയും ഒക്കെ നിർമ്മിച്ച ഒരു രാജ്യത്തും സംസ്ഥാനത്തുമാണ്, ആശയപരമായി നിർമ്മിച്ച ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാവണൻ പോലും ഒരു സന്യാസി വേഷധാരിയുടെ കപടവേഷത്തിലാണ് സീതയെ തട്ടിയെടുക്കാൻ പോയത്. അതുകൊണ്ട് അന്ന് തൊട്ട് തന്നെ പ്രശ്നക്കാരുണ്ട്. പക്ഷേ ചില്ലറ ചെറിയ പ്രശ്നക്കാരുടെ പേരിൽ എല്ലാവരെയും കരിവാരിത്തേക്കുന്ന സമീപനം ശരിയല്ല. ശ്രീ ഹിമവൽ ഭദ്രാനന്ദ, താങ്കൾക്ക് തോക്ക് സ്വാമി എന്ന പേര് ലഭിച്ചതുപോലും പോലീസ് സ്റ്റേഷനിൽ തോക്കുമായി ചെല്ലുകയും അവിടെ അതിക്രമം കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് സന്യാസിമാരെല്ലാം ഈ നിലയിലൊരു മനോവൈകല്യമോ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലോ പെരുമാറുന്നത്? ഈ സന്യാസിമാര് എല്ലാവരും മോശമാണെന്ന് പറഞ്ഞ് ചിത്രീകരിച്ചുകൊണ്ടാണല്ലോ അന്ന് നിങ്ങളുടെയൊക്കെ വാർത്തകൾ അന്ന് വരികയും നമ്മളെയും ആ രീതിയിൽ ആഗണിക്കപ്പെടുത്തി ഞാനും ഒരു സന്തോഷ് മാധവന് നടത്തിപ്പെട്ട ആളാണെന്ന് ചിത്രീകരിച്ച് മാധ്യമങ്ങളെല്ലാം ഒന്ന് ആഘോഷിച്ചു. അന്ന് തോക്കെടുത്ത കാര്യം നാട്ടുകാർക്കറിയാം. നമുക്ക് ഇവിടുത്തെ ഈ പോയിന്റിലേക്ക് വരാം. ഇവിടെ ഈ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ 1000-1,000 സന്യാസിമാരൊന്നും അല്ല ഇങ്ങനെ മോശക്കാരായിട്ടുള്ളത്. 100-ൽ 90% സന്യാസിമാരും ഇവിടുത്തെ പാതിരിമാരും ഇവിടുത്തെ ഈ ബിഷപ്പായിക്കോട്ടെ, മറ്റേ ഈ ക്രിസ്ത്യാനികളായിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ഹിന്ദുസ് ആയിക്കോട്ടെ, ഈ ആത്മീയ പരിവേഷം കെട്ടി നടക്കുന്നവരെല്ലാവരും അവരുടെ വികാരങ്ങളുടെ പുറത്ത് ആ വികാരങ്ങളെ റിപ്രസ് ചെയ്തും സപ്രസ് ചെയ്തും അതിന്റെ പുറത്തിരുന്ന് ഞെരങ്ങുന്ന മനോരോഗികൾ തന്നെയാണ്. ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ്, എങ്ങനെയാണ് സമൂഹത്തിനോട് പെരുമാറേണ്ടതെന്ന് പോലും ഒരു ബേസിക് നോളജ് പോലും ഇന്ന് ഇവിടുത്തെ ആൾക്കാർക്കില്ല. ഇതിന്റെ മെയിൻ ഉദ്ദേശം 2 കാര്യം. ഒന്ന്, ഇത്തരം ആത്മീയ പരിവേഷത്തിന്റെ പിന്നിൽ കിട്ടുന്ന ഫണ്ട്. രണ്ടാമത്തെ കാര്യം, ജനത്തിന്റെ ഇടയിൽ കിട്ടുന്ന അക്സെപ്റ്റൻസ്. ഇത് ഇത്രയും വെച്ചിട്ട് ഇവിടെ ഈശ്വരനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്യാസിക്ക് ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ല. ഇത് ഇവരുടെയൊക്കെ മെയിൻ ഉദ്ദേശം എതിർത്ത് ഞാൻ ഈ കുമ്മന രാജശേഖരന്റെ അടുത്ത് തന്നെ ഞാൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, പെങ്ങളെ പെങ്ങളെ എന്ന് വിളിച്ച് 4 വട്ടം വിളിച്ച് 5ാമത്തെ വട്ടം ഒക്കത്തൊരു കൊച്ചിനെ ഇരുത്തിക്കൊണ്ട് പോകുന്നവന്മാരാണ് ഇപ്പൊ ഈ നിങ്ങളുടെ സംഘടനയിൽ കയറിയിരിക്കുന്നത്. ഇവരെ തൂത്തെറിഞ്ഞില്ലെങ്കിൽ ഒരുപാട് നാണക്കേട് RSSനും ഇവിടുത്തെ സനാതന ധർമ്മത്തിനും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പോലും അവരെയൊക്കെ സംരക്ഷിക്കുന്നതല്ലാതെ അവരാരും ഒരു നടപടി എടുത്തില്ല. ഇപ്പൊ നാണം കെട്ടി കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞ എന്താണ്, സ്വാമി സ്വയം ലിംഗം മുറിച്ചാണെന്ന്. ഞാൻ ചോദിച്ചു, സ്വയം ലിംഗം മുറിക്കാൻ ഇതെന്താ കേക്ക് വല്ലോ ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇവരുടെ രീതി എന്ന് പറയുന്നത് ആൾക്കാരെ കംപ്ലീറ്റ് ഏറ്റവും കൂടുതൽ ഇപ്പോ തീവ്ര ഹിന്ദുത്വം പറഞ്ഞ് കുറെ എണ്ണം ഈ രാഹുലൊക്കെ അതിന്റെ ഒരു ഭാഗങ്ങളാണ്. രാഹുൽ ഇങ്ങനെ ന്യായീകരിക്കരുത്. രാഹുൽ എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതി പോകരുത്. തെറ്റായിട്ട് തന്നെ പറയണം. ഞാൻ വ്യക്തമായിട്ട് ഓരോ സ്വാമിമാരുടെയും ഇവിടെ നടക്കുന്ന ദയവായി തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ, ഹിമവൽ ഭദ്രാനന്ദ പറയുന്നത് തെറ്റായി കാണണം. അതായത് ഈ തരത്തിലുള്ള ലൈംഗികാതിക്രമം കാണിക്കുന്നവരുടെ ലിംഗച്ഛേദനം തന്നെയാണ് ശരിയായ വഴിയെന്നാണ്. നമുക്കറിയാം, ഇതൊരു നിയമവിരുദ്ധ പ്രവൃത്തിയായിട്ട് പോലും, നിയമത്തെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയായിട്ട് പോലും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒരേ സമയം തന്നെ പെൺകുട്ടിയെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമാനമായ രീതിയിൽ നിങ്ങളെപ്പോലുള്ളവർ പ്രതികരിക്കേണ്ടതുണ്ടോ? അതായത് അറപ്പ് തോന്നുന്ന രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്നവർ, മദ്യപിക്കുന്നവർ, സ്ത്രീകളെ കാണുമ്പോൾ അനാവശ്യമായ രീതിയിലുള്ള അത്തരത്തിലുള്ള വികാരം പ്രകടിപ്പിക്കുന്നവർ, പണം കണ്ടാൽ അതിൻ്റെ പിന്നാലെ പോകുന്നവർ, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ സന്യാസിമാരോ കപട സന്യാസിമാരായോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥ സന്യാസിമാരുണ്ട് എന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ വാദം. യഥാർത്ഥ സന്യാസിമാരുണ്ട് എങ്കിൽ അവരെ മാറ്റി നിർത്താൻ ഇവർക്ക് ഈ തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ശിക്ഷ ലഭിക്കുകയല്ലേ വേണ്ടത്? അല്ല, ഇവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കണം, നിയമം അനുശാസിക്കുന്ന ശിക്ഷ ലഭിക്കണം. ആ സഹോദരി ഒരുപക്ഷെ പ്രതിരോധത്തിന്റെ പേരിൽ ചെയ്തതായിരിക്കാം. ധൈര്യമുള്ള കുട്ടിയാണ്, നമുക്ക് ഝാൻസി റാണി നടക്കമുള്ള കാര്യങ്ങളിൽ പാടിപ്പുകഴ്ത്താം. പക്ഷേ നമ്മുടെ സഹോദരിമാർ ഇതിൽ ഗൗരവപൂർവ്വം എടുക്കേണ്ടത് ഇവർ റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കണം. ഇത്തരം 8 വർഷമൊന്നും ഒരിക്കലും ടോളറേറ്റ് ചെയ്യരുത്. ആദ്യ ഇൻസ്റ്റൻസിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ഒരുപക്ഷെ വനിതാ കമ്മീഷനിൽ, യുവജന കമ്മീഷനിൽ, പോലീസ് സ്റ്റേഷനിൽ അടക്കം പോകാനൊക്കെ അവർക്ക് അവസരം ഉണ്ടാകണം. അപ്പം ചിന്താ ജെറോമുണ്ട്, ചിന്ത ഒരു പെൺകുട്ടിയാണ്, ഒരു വനിതയാണ്. ചിന്ത അടക്കമുള്ള ഒരുപാട് പേർ യുവജന കമ്മീഷനിലും വനിതാ കമ്മീഷനിലും ഉണ്ട്. ഇവർക്ക് ആക്സസ് കൂടുതൽ അത്തരം കാര്യങ്ങളിൽ പ്രചരിപ്പിക്കണം. 2, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിനെ അമിതവൽക്കരിച്ച് നമ്മളൊരു പ്ലേയിങ് ടു ദ ഗാലറി ചെയ്തിട്ട് അർത്ഥമില്ല. ബഹുഭൂരിപക്ഷം സന്യാസിമാരും നമ്മുടെ നാട്ടിൽ നല്ലവരാണ്. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് സമാനമായ ഒരു ആശ്രമത്തിൽ പ്രശ്നം നടന്നപ്പോൾ സഖാവ് പിണറായി വിജയൻ അടക്കം പറഞ്ഞത് ആ ആശ്രമത്തെ കരിവാരി തേക്കണ്ട, ഒരു പ്രത്യേക ആശ്രമത്തിനെതിരെ വിദേശ ഫണ്ട് അടക്കം ലഭിച്ചവരെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്ന് നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനായ വിപ്ലവകാരിയായ VS അച്യുതാനന്ദൻ, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ആത്മീയ നേതാവിനെ കുറിച്ച്, വനിതാ ആത്മീയ നേതാവിനെ കുറിച്ച് പറഞ്ഞ് ഓർക്കുക. ബഹുഭൂരിപക്ഷവും നല്ലതാണ്, പക്ഷേ ചില പുഴുക്കുത്തുകളുണ്ട്. പലപ്പോഴും പവർ ബ്രോക്കേഴ്സും രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ഈ കാവ്യയുടെ മേലങ്കി അണിഞ്ഞ് ഇത്തരം തെറ്റ് ചെയ്യാറുണ്ട്. അതിന് ഞങ്ങൾക്കെല്ലാം വളരെ വിഷമവുമാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം എങ്ങനെ നമുക്ക് സമൂഹത്തിൽ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താം. അതുകൊണ്ടാണ് ഘടനാപരമായ മാറ്റം. എന്തുകൊണ്ട് നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ, ശബരിമലയ്ക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ കൊണ്ടുവന്ന ഞാനാണ്. ഇതേപോലെ ആശ്രമങ്ങൾക്കും അമ്പലങ്ങൾക്കും പള്ളികൾക്കും വേണം ഒരു മോണിറ്ററിംഗ് ഉണ്ടാവും. എന്നും ഓർക്കുക, ഇന്നും സമൂഹത്തിൽ രാഷ്ട്രീയക്കാരെ കാട്ടിയോ ബാക്കി ആൾക്കാരെ കാട്ടിയോ വിശ്വാസ്യതയുള്ള ഒരു ജനവിഭാഗമാണ് ആത്മീയ നേതാക്കൾ. അവർ ബഹുഭൂരിപക്ഷവും നല്ലതാണ്, അവർ നമ്മളെ നയിക്കേണ്ടവരാണ്. ഒരാളെ വെച്ച് എല്ലാവരെയും കരിവാരി തേക്കണ്ട. പക്ഷേ അത്തരത്തിൽ തെറ്റുകാരുണ്ടെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്യുന്ന സർജിക്കൽ പ്രസിഷനുള്ള ഒരു സ്റ്റാൻഡ് എടുക്കണം. അതാണ് അതിന്റെ മിതത്വം. അല്ലെങ്കിൽ ഈ വിഷയം കഴിഞ്ഞ് നാളെ മറ്റൊരു വിഷയം നമ്മളിത് മറക്കും. അതുകൊണ്ട് സമചിത്തതയോടെ ഇതിൽ പെരുമാറി തെറ്റുകാരെ മാത്രം ഒറ്റതിരിഞ്ഞ് ചൂണ്ടിക്കാട്ടി അവരെ ഇല്ലാതാക്കാനും നല്ലവരെ ബഹുമാനിക്കാനുമുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ശ്രീമതി ചിന്ത ജെറോം, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കാഷായ വേഷം യഥാർത്ഥത്തിൽ ഇയാൾക്ക് പണമുണ്ടാക്കാനുള്ള, ഹോട്ടൽ ബിസിനസ് നടത്താനുള്ള, റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താനുള്ള ഉപാധി മാത്രമായിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് പൂർണ്ണ വിവരങ്ങളില്ല. എങ്കിൽ പോലും ഈ സ്വാമി തൻ്റെ സഹായിയെ മുൻനിർത്തിയാണ് ഈ കച്ചവടങ്ങളെല്ലാം നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ചിന്താ ജെറോമിനെ പോലുള്ളവർ കരുതുന്നത് ഇങ്ങനെ നടക്കുന്നവരെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ലിംഗഛേദനം തന്നെയാണ് എന്നാണോ? അല്ല, ഇത് ഒരു പ്രത്യേകമായി നടന്ന സംഭവമായിട്ടാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അതായത് ഇവിടെ ആ പെൺകുട്ടിയുടെ പ്രതിഷേധം, പ്രതികരണം, പ്രതിരോധം ഉയർന്നു വന്ന സാഹചര്യം ആ കുട്ടിക്ക് തുറന്നു പറയുവാൻ ആരോടും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ കേസിന്റെ രണ്ടാമത്തെ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തം അമ്മയുടെ കൂടി മൗനസമ്മതത്തോടു കൂടി ആ കുട്ടിയെ ഉപദ്രവിക്കുന്നതിന്, ആ കുട്ടിയെ പീഡിപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഈ സ്വാമിക്ക് വീട്ടിനകത്ത് കയറാൻ അവസരം ലഭിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പലപ്പോഴും പുറത്തു വരുന്നത്. ആ കുട്ടിയുടെ മൊഴി എന്ത് എന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയൂ. എന്തായാലും ഈ സംഭവത്തിനകത്ത് ആ പെൺകുട്ടി സ്വീകരിച്ച സമീപനം എന്നത് മാനസികമായും ശാരീരികമായും ആ പെൺകുട്ടിക്ക് നിരന്തരമായി നേരിട്ട പീഡനത്തിന് ഒടുവിൽ അവൾ കാണിച്ചിട്ടുള്ള പ്രതികരണവും പ്രതിഷേധവും പ്രതിരോധവും തന്നെയാണ്. അതിനെ ഈ സംഭവത്തിനകത്ത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യം നമ്മുടെ പൊതുസമൂഹം ചിന്തിക്കേണ്ടത്, പെൺകുട്ടികൾക്ക് കത്തിയെടുക്കേണ്ടി വരുന്ന സാഹചര്യം, സ്ത്രീക്ക് കത്തിയെടുത്ത് ഇത്തരം ഭീകരമായ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. തീർച്ചയായും വീട്ടിനകത്ത് പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത സംഭവങ്ങൾ പുറത്തു വരികയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രസംഗത്തിനകത്ത് ഞാൻ കേട്ടത്, പണ്ടൊക്കെ ഞങ്ങൾ റേപ്പ് കേസുകൾ FIR എഴുതാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞങ്ങൾ തിരക്കുന്നത് അപരിചിതരാരെങ്കിലും വന്നിരുന്നോ എന്നായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ മാറ്റി ചോദിക്കുകയാണ്, ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ട അവസ്ഥ ഇന്ന് വരുന്നു എന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ കേട്ടു ഞാൻ. തീർച്ചയായും ഒന്നും രണ്ടുമല്ല, വിരലിലെണ്ണാവുന്നതിനപ്പുറം സംഭവങ്ങൾ വീട്ടിനകത്ത് തന്നെ നടക്കുന്നതായി പുറത്തു വരികയാണ്. ഈ സമയങ്ങളിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കുവാൻ കഴിയുന്ന സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. ശ്രീ ഹിമവൽ ഭദ്രാനന്ദ, ഈ തരത്തിലുള്ള ലിംഗഛേദനം അത് സന്യാസിമാർ അർഹിക്കുന്നത് തന്നെയാണോ? താങ്കൾ നേരത്തെ പറഞ്ഞു 90% അല്ലെങ്കിൽ അതിലധികം സന്യാസിമാരും ഈ തരത്തിൽ എന്തൊക്കെയോ മാനസിക വിഭ്രാന്തി ഉള്ളവർ, അങ്ങനെയുള്ളവർക്ക് യഥാർത്ഥത്തിൽ പൊതുജനം തന്നെ ആരാണോ ഇരയാക്കപ്പെടുന്നത് അവർ തന്നെ ശിക്ഷ വിധിക്കുന്ന രീതി അത് തന്നെയാണ് ആശാസ്യം. നികേഷ്, ഞാൻ ഈ കേസ് ആദ്യമായിട്ട് ഞാൻ 3 വർഷം മുമ്പ് ഞാനും ശ്രീ ഗോകുലം ഗോപാലേട്ടനും കൂടെ ഒരു പ്രസംഗത്തിൽ വെച്ചിട്ടാണ് ഈ ആദ്യമായിട്ട് സ്ത്രീകൾ ആക്രമിക്കുന്നവർക്കെതിരെ അവർക്ക് ലിംഗഛേദനം നടത്തണം എന്ന് പറയും. പിന്നെ ഇതേ കാര്യം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടിയെ 7 പേർ ഒരുമിച്ച് ബലാത്സംഗം ചെയ്തപ്പോൾ ആ വ്യക്തിയുടെ ലിംഗം മുറിച്ചു കളയണമെന്ന് പറഞ്ഞ് എന്നെ മതസ്പർദ്ധ ആരോപിച്ച് 59 ദിവസം ഇപ്പൊ എന്നെ പിടിച്ച് ഈ കേസിലാണ് ജയിലിലിട്ടത്. ഇവിടെ വേണ്ട ഒരു കാര്യം, ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയമുണ്ടെങ്കിലേ ഭക്തി വരുള്ളൂ. അതുകൊണ്ടാണ് പരമേശ്വരനെയും ഭഗവാനെയും വിളിക്കുന്നത്, അല്ലെങ്കിൽ അണിയാന്ന് വിളിച്ചേനെ. ഈ ഒരു കാര്യം ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് അവർക്ക് ഒരു ആത്മധൈര്യവും ആത്മവീര്യവും ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു മോട്ടിവേഷനായി മാറിയിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ അവരെ തൊടാൻ ഇവർ ഭയക്കണം. ഈ സ്ത്രീകൾ ഭോഗവസ്തുവല്ല. 5000 വർഷങ്ങളായിട്ട് പുരുഷന്റെ അടിമയായിട്ടാണ് സ്ത്രീകളെ വെച്ചിരിക്കുന്നത്. ഈ സ്ത്രീകൾ എല്ലാവരും ഈ ഫാക്ടറിയെ പോലെ കൊണ്ടു നടക്കുകയാണ്. പ്രത്യേകിച്ച് ഹിന്ദു മിഥോളജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതും ആണുങ്ങൾക്കാണ്. ഈ ഇന്ത്യയുടെ എടുത്ത് നോക്കിക്കോട്ടെ, പെണ്ണുങ്ങൾ അടിമയല്ല, പെണ്ണ് ശക്തിയാണ്. അവളാണ്
സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം അവൾ തന്നെയാണ്. ഈ ഒരു കുട്ടി അനുഭവിച്ചതുപോലെ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. ഞാൻ എത്ര വ്യക്തികളുടെ വേദനകളുടെ ഒരു ദിവസം ഞാൻ കേൾക്കുന്നറിയോ. നമുക്ക് കൗൺസിലിംഗ് വിങ് തന്നെയുണ്ട്. പലവരും കരഞ്ഞു. യോഗി ശിവാനന്ദ സ്വരൂപൻ എല്ലാ വിവാദങ്ങളിലും, സ്വാമിമാരുമായിട്ടുള്ള എല്ലാ വിവാദങ്ങളിലും മനോവൈകല്യം ഇവർക്കുണ്ടോ എന്ന തോന്നലാണ്. നമ്മുടെ തലമുറയിൽ എല്ലാവരും ഓരോ മേഖലയിലേക്ക്, ചിലർ ജുഡീഷ്യറിയിലേക്ക്, ചിലർ എക്സിക്യൂട്ടീവിലേക്ക്, ചിലർ ലെജിസ്ലേച്ചറിൽ, ചിലർ മാധ്യമങ്ങളിൽ, ചിലർ അവരവരുടേതായ സ്വകാര്യ സംരംഭങ്ങളിൽ, ഇതിലെല്ലാം പോകുമ്പോൾ ഒരു സന്യാസിയായി ഒരു ശരിയായ രീതിയിലുള്ള ചിന്താശക്തിയുള്ള ഒരാൾ പോകുന്നത് കാണാറില്ല. ഒരുപക്ഷെ കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തോടു കൂടിയാണ്, തെറ്റായിട്ടുള്ള പ്രവണതകൾ ഉള്ളവരാണ് സന്യാസത്തിലേക്ക്. അത് ഒരുപക്ഷെ ഹിന്ദു സമുദായത്തിൽ മാത്രമല്ല. നമ്മളിപ്പോൾ കാണുന്നത് പള്ളിയിലച്ഛൻ പീഡിപ്പിക്കുന്നു, പള്ളിമേടയിൽ പീഡിപ്പിക്കുന്നു, മദ്രസ അധ്യാപകൻ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പീഡിപ്പിക്കുന്നു. ഈ നിലയിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശങ്ങൾ ഇത്തരത്തിലുള്ള ആത്മീയ വ്യാപാരത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഉണ്ട് പൊതുവായി തന്നെ എന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? ഹലോ, കേൾക്കാമോ? ഹലോ, ഓം നമ ശിവായ. നമ്മൾ പൊതുവെ ഒരു പ്രധാന കാര്യം മന ഏവ മനുഷ്യാണാം, മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നവൻ മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ മനസ്സ് എപ്പോഴും ഈശ്വര ചിന്തയിൽ അടിയുറച്ചും അറിവിനെ നിലനിർത്തിയും ആണ് ആധ്യാത്മിക മേഖലയിൽ സഞ്ചരിക്കേണ്ടത്. ഇതിൽ നിന്ന് തെറ്റു ചെയ്യുന്നവർ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും തെറ്റ് ചെയ്യുന്നവരൊന്നുണ്ട്. അതിൽ നമ്മളെല്ലാ മേഖലയിലും കാണുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരെ. പക്ഷേ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം. അതേസമയം ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും സ്വാമി വിവേകാനന്ദനും ഇവരെല്ലാവരും ജനങ്ങൾക്കും ലോകത്തിനും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഈ ആശ്രമത്തിൻ്റെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിന് നല്ലത് തെറ്റ് ചെയ്യുന്നവരുടെ മാത്രം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കുകയും അവരുടെ മാനസിക നില എന്താണ്, എന്തെങ്കിലും മാനസികമായ ന്യൂനതകളുണ്ടോ എന്ന് പരിശോധിക്കുകയും അതിനുള്ള പരിഹാരം കണ്ടെത്തുകയുമാണ് ചെയ്യേണ്ടത്. അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി ആത്മീയ പ്രസ്ഥാനങ്ങളെ, സന്യാസി സമൂഹത്തെ, ഹൈന്ദവ സമൂഹത്തെയും ഹൈന്ദവ സംസ്കാരത്തെയും നശിപ്പിക്കുന്ന പ്രവണത ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാമി ശിവാനന്ദ, ഇക്കാര്യത്തിൽ ഒരു പരിശോധന ആവശ്യമുള്ളത് ശരിയാണ്. ഒരുപക്ഷെ അനാവശ്യമായ വിവാദം ഉയർത്തി മുഴുവൻ സന്യാസിമാരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത് പൂർണ്ണമായും തന്നെ ശരിയല്ല എന്നെനിക്കറിയാം. പക്ഷേ ഇത്തരം സന്യാസിമാർക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത സ്ഥലത്ത് ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭം നടന്നു വന്നിരുന്നു. അതിൻ്റെ 4ാമത്തെ വീട്ടിലാണ് ഈ ലൈംഗിക പീഡനം നടത്തിയ സ്വാമി വിശ്രമത്തിന് ചെന്നത്. ഒരു സ്വാമിയാണല്ലോ വിശ്രമത്തിന് വരുന്നത്. സ്വാഭാവികമായും ആ വീട്ടിലെ മുറി ഒഴിഞ്ഞു കൊടുക്കാൻ ആ വീട്ടുകാർ തയ്യാറാകും. മറ്റ് ഭയമൊന്നും വേണ്ട തൊട്ടടുത്ത മുറിയിൽ ഒരു പെൺകുട്ടിയെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ താമസിപ്പിക്കാൻ. അപ്പോൾ ആ നിലയിലുള്ള ആനുകൂല്യങ്ങൾ സ്വാമിമാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കാഷായ വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് മാനസികമായി ഇതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന ഒരു പരിശോധന എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇവർ പണത്തിന് വലിയ ആർത്തി കാണിക്കുന്നു, ഇവർ മദ്യപിക്കുന്നവരാണ്, ഇവർ ഏറ്റവും മോശം ഭാഷയിൽ സംസാരിക്കുന്നവരാണ്, സംസ്കാരമില്ലാത്തവരാണ്, ഇവരൊക്കെ തന്നെയും പക്ഷെ കാഷായ വസ്ത്രം ധരിക്കുന്നു എന്നാണ് നമുക്ക് കാഷായ വസ്ത്രധാരികളായ പലരുടെയും സംഭാഷണം കേൾക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ആ നിലയിൽ പ്രത്യേക ആനുകൂല്യം ലഭിക്കുന്ന ഇവർക്ക് യഥാർത്ഥത്തിൽ കാഷായ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് അവരുടെ മാനസിക നില പരിശോധിച്ച് മാത്രമേ അതിലേക്ക് വിടാൻ പാടുള്ളൂ എന്ന നിലയിലുള്ള ഒരു പരിശോധന എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ശരിയാണ്. ഞാൻ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട യേശുക്രിസ്തുവിനെയും മുഹമ്മദ് നബി എല്ലാവരെയും ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ മലയാറ്റൂർക്ക് പോകുന്നവർ കാഷായ വസ്ത്രം ധരിച്ചിട്ടാണ് മലയാറ്റൂർക്ക് പോകുന്നത്. നികേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കാവി മുണ്ട് വളരെ ഇതായിട്ട് പലരും കാവി മുണ്ട് കൊടുത്ത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ധരിക്കുന്നത്, കാഷായം ധരിക്കുന്നത്, ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഒരു ദിവസം ലോഹ എടുത്തിടാൻ പറ്റില്ല. പറ്റുമോ? ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ബിഷപ്പിൻ്റെ ഒരു വസ്ത്രം ഒരാൾക്ക് ധരിക്കാൻ പറ്റില്ല.
അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതുപോലെ കാഷായ വസ്ത്രം ധരിക്കുന്നവർ ഈശ്വരോപാസന വ്രതമാക്കിയും മറ്റുള്ള യാതൊരു പ്രലോഭനങ്ങളിലും പെടാതെ ജീവിക്കുന്നവരായിരിക്കണം. ഈശ്വരനെ അന്വേഷിക്കുന്നവർ, സത്യത്തെ അന്വേഷിച്ചു പോകുന്നവർ, ആത്മീയത അന്വേഷിച്ചു പോകുന്നവർ. അപ്പോൾ എന്താണ് ആത്മീയതയുടെ ഡെഫിനിഷൻ തന്നെ പറയുന്നത്? ഏകാഗ്രമായ മനസ്സ് ശാന്തമായി ആത്മാവിൽ ലയിക്കുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ ഏകാഗ്രതയും ഈ ശാന്തമായ മനസ്സും ഈ ആധ്യാത്മിക ചിന്തയും ഇല്ലാതെ വരുമ്പോഴാണ് ഇമാതിരിയുള്ള വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും പ്രലോഭനങ്ങളിലും പോയി വീഴുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു, എന്താണ് ഇതിൻ്റെ പരിഹാരം എന്ന് ഈ ഒരു സമയത്ത് മാത്രം ചർച്ച ചെയ്താൽ പോരാ. ഇത് ശരിയായിട്ടുള്ള യോഗ ഉപാസന, യോഗ ചിന്ത കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. ആ മനസ്സിൻ്റെ നിയന്ത്രണം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് ശുദ്ധമായ ബ്രഹ്മചര്യം ഉണ്ടാവണം. ഇതെല്ലാമാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ അടിസ്ഥാനത്തിൽ പെടാത്ത ആളുകളെ തിരിച്ചറിയാൻ കലിയുഗത്തിൽ ബുദ്ധിമുട്ടാണ്. കലിയുഗത്തിൽ എല്ലാ രീതിയിലുള്ള ചതികളും എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സമാധാനം അങ്ങേയറ്റം കുറയുന്ന ഒരു കാലഘട്ടം എന്നാണ് കലിയുഗത്തെക്കുറിച്ച് പറയുന്നത്. ടെക്നോളജിക്കലായിട്ട് എല്ലാ രീതിയിലുള്ള ടെക്നോളജി നമുക്ക് കിട്ടും, എല്ലാം വിരൽത്തുമ്പിലാണ്. പക്ഷേ മനസ്സമാധാനം വളരെ കുറവായിരിക്കും. ആ മനഃശാന്തി ഉണ്ടാക്കാനുള്ള കാര്യമായിരിക്കണം, സമൂഹത്തിന് മനഃശാന്തി ഉപദേശിച്ചു കൊടുക്കുന്നവരായിരിക്കണം ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും സമൂഹത്തിൽ ശാന്തതയും സമാധാനവും ഉണ്ടാക്കാൻ. സന്യാസിയുടെ ലൈംഗിക പീഡനത്തിന് നമ്മൾ പാവം കലിയുഗത്തെ കുറ്റം പറയേണ്ടതുണ്ടോ? ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഒരു ചായക്കടക്കാരൻ ഒരു ഘട്ടത്തിൽ ചട്ടമ്പി സ്വാമികളുടെ സ്മാരകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു, ഒരു ആശ്രമവുമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു, കാഷായ വസ്ത്രം ധരിക്കുന്നു, ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രഭാഷണ പരമ്പരകളിലും മുഖ്യസ്ഥാനം ലഭിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി വീടുകളിൽ വിശ്രമിക്കാനുള്ള അവസരം ലഭിക്കുന്നു. സ്വാഭാവികമായും എന്തൊക്കെയാണോ ആ വ്യക്തിക്ക് ആവശ്യമായി വരുന്നത് അത് മുഴുവൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ തരത്തിലുള്ള സന്യാസി വേഷം ധരിക്കാനുള്ള അവകാശം ആര് നൽകിയെന്നാണ്. ഒരു ലൈസൻസുമില്ലാതെ കാഷായ വസ്ത്രം ധരിക്കാമെങ്കിൽ സന്യാസിമാരെ പൊതുസമൂഹം ആ നിലയിൽ മാത്രമേ കാണൂ. നികേഷ് സാർ 100% ശരിയാണ്. നമുക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് എല്ലാ സമുദായത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയാം. അത് ശരി തന്നെയാണ്. ഒരു റോബിൻ അച്ഛൻ അവിടെയുണ്ട്, ഒരു മദ്രസാധ്യാപകൻ ഇവിടെയുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു സമുദായത്തെ മോശമാക്കാൻ പറയുകയല്ല. ഞാൻ ഹിന്ദുവിരുദ്ധനായ ഒരു വ്യക്തിയല്ല. ഹൈന്ദവ സമൂഹത്തിലാണ് ഇത്രയധികം വ്യാജ ആത്മീയതയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് കാവ്യ എടുത്തുകൊടുത്ത് ഒരു ആനന്ദ എന്ന പേരിട്ടാൽ ആർക്കും സന്യാസിയാകാവുന്ന ഒരു ദുരവസ്ഥ എവിടെയുണ്ട്. നമുക്ക് ഒരുപാട് മഹത്തരമായ പരമ്പരകളുണ്ട്. പക്ഷേ പലപ്പോഴും വ്യവസ്ഥാപിതമായ പരമ്പരകളിൽ അല്ലാതെ വരുന്നവർക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വലിയൊരു സ്പേസ് നമ്മളുടെ സമൂഹത്തിലുണ്ട്. നമ്മളുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്മാരെ പോലെ സ്ട്രക്ചറലായി ഹൈന്ദവ സമൂഹത്തിലെ ആൾക്കാരൊന്നും പഠിക്കുന്നില്ല. ഇവിടെ സൺഡേ സ്കൂളുകളില്ല, അല്ലെങ്കിൽ ഓത്തുപള്ളികളില്ല. ഇതൊന്നും പഠിക്കാതെ വരുന്നൊരു ജനത പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും 2 സംസ്കൃത ശ്ലോകമോ അത്യാവശ്യം കാണാൻ ലുക്കുള്ള ആളാണെങ്കിലോ സംസാരിക്കുന്ന ആളാണെങ്കിലോ ഒരു കാവ്യവസ്ത്രധാരി ആണെങ്കിലോ സന്യാസി ആണെങ്കിലോ ഏതെങ്കിലും ഋഷി ഇമേജ് ഉണ്ടെങ്കിലോ അദ്ദേഹത്തിന്റെ പുറകെ പോവുകയും അദ്ദേഹത്തിന് ചൂഷണം ചെയ്യാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പച്ച പരമാർത്ഥം. ഇത് ആരെങ്കിലും തുറന്നു പറയാതെ കാര്യമില്ല. ഇത് ആരെയും മോശമാക്കാൻ വേണ്ടി പറയുന്നതല്ല. പല ആൾക്കാരും ലക്ഷക്കണക്കിന് രൂപയാണ് ബ്രാൻഡ് ബിൽഡിങ്ങിന് ചെലവാകുന്നത്. ചാരിറ്റിക്ക് വേണ്ടി മേടിക്കുന്ന കാശ് സ്വന്തമായി ബ്രാൻഡ് ബിൽഡിങ്ങിനും TV പ്രോഗ്രാമുകൾക്കും അടക്കം ഈ കാര്യങ്ങൾ കളയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉദ്ദേശത്തിന്റെ ആൾക്കാർ തന്നെ ഇന്ന് പിന്നോട്ട് പോവുകയാണ്. ബഹുഭൂരിപക്ഷം ആൾക്കാരും നല്ലതാണ്. പക്ഷേ ഇവിടെ പ്രശ്നം തിരുവിതാംകൂർ രാജാവ് അടക്കം ഇരുന്നപ്പോൾ ഇത് കൊട്ടാരത്തിലൊരു മീറ്റിംഗ് തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പ്രമുഖ സമുദായ സംഘങ്ങളിലും പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും BJPയും കോൺഗ്രസും എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ ഒരു പരിപാടിയിലടക്കം എന്തെങ്കിലും ഒരു സ്ട്രക്ചറും സിസ്റ്റവും ഇതിന് വേണ്ടേ? അതായത് ഒരു സെമിറ്റിക് സ്ട്രക്ചർ പോലെ പൂർണ്ണമായും സ്ട്രക്ചേർഡ് ആക്കാൻ പറ്റില്ല. കാര്യം അത്രയധികം വൈവിധ്യങ്ങളുണ്ട്. ഒരു സെമി സ്ട്രക്ചേർഡ് എങ്കിലും ആകണ്ടേ? ഈ കുട്ടിക്ക് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ ആരുടെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കണം? മുമ്പേ ഈ സന്യാസിയെ കുറിച്ച് പരാതി പറയണമെങ്കിൽ ആരോട് പരാതി പറയണം? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനിയെങ്കിലും ഒരു സെമി സ്ട്രക്ചേർഡ് ആയി ഇത്തരം ബഹുഭൂരിപക്ഷം നല്ല ആൾക്കാരുടെ ഇടയിൽ ഇത്തരം ചെറിയ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കാനുള്ള ഒരു മെക്കാനിസവും പ്രോസസ്സും വേണം. ആ മെക്കാനിസം വർഗീയമായി
സാമ്പത്തികമാകണ്ട, ആ മെക്കാനിസം രാഷ്ട്രീയമാകണ്ട, ആ മെക്കാനിസം ആത്മീയമായ ഇത്തരം ഒരു ക്രോഡീകരണം ഈ ഭൂരിപക്ഷ സമുദായത്തിന് വേണം എന്നുള്ള സത്യം ഈ മാധ്യമങ്ങളും ജനങ്ങളും ഞങ്ങളെയൊക്കെ എതിർക്കുന്ന പാർട്ടികളും രാഷ്ട്രീയത്തിനപ്പുറം മനസ്സിലാക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. സ്വാമി ശിവാനന്ദ, കള്ളപ്പണത്തിന്റെ കൊഴുപ്പിലല്ലേ കേരളത്തിലെ ഭൂരിഭാഗം മഠങ്ങളും പ്രവർത്തിക്കുന്നത്, ആൾദൈവങ്ങളും പ്രവർത്തിക്കുന്നത്? അതിനെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ ആകെ തന്നെയും യഥാർത്ഥത്തിൽ കള്ളനാണയങ്ങളാണ് എന്ന് ജനം വിധി എഴുതുകയല്ലേ ചെയ്യുക? അടച്ചാക്ഷേപിക്കുന്ന നികേഷ്, അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. കള്ളപ്പണങ്ങളില്ലാതെ വളരെ സത്യസന്ധമായി പോകുന്ന ധാരാളം ആശ്രമങ്ങളുണ്ട്. കാണുന്നതെല്ലാം മോശമായി കാണരുത്. നല്ല സത്യസന്ധമായും നല്ല രീതിയിലും ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ധാരാളം സന്യാസിവര്യന്മാരുണ്ട്, ഋഷിമാരുണ്ട്, ധാരാളം ആളുകളുണ്ട്. ഈ കള്ളപ്പണത്തിൻ്റെ സ്രോതസ് അങ്ങനെയൊന്നും പറഞ്ഞ് ആക്ഷേപിക്കരുത് ഒരിക്കലും. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ നിരവധി മഹാശ്രേഷ്ഠരായിട്ടുള്ള ഋഷിവര്യന്മാരെ അറിയാം. അവരെല്ലാം തന്നെയും കാണിച്ച പാതയിലൂടെയാണോ പുതിയ തലമുറയിലെ സന്യാസിമാർ പോകുന്നത്, മഠങ്ങളിലെ സന്യാസിമാർ പോകുന്നത്? ഉണ്ടായിരിക്കാം. പ്രലോഭനങ്ങളിൽ പെടുന്ന ധാരാളം സന്യാസിമാരുണ്ടായിരിക്കാം. എങ്കിലും എല്ലാ മതവിഭാഗങ്ങളിലും പെടുന്നവർ ഒരുമിച്ചിരുന്ന് ആലോചിക്കേണ്ടതാണ്. ഇത് എങ്ങനെ ഇങ്ങനെയുള്ള വിവാദങ്ങളില്ലാതെ ജനങ്ങൾക്ക് എങ്ങനെ ഉദാത്തമായ ആത്മീയ പാത കാണിച്ചു കൊടുക്കാം, എങ്ങനെ ആളുകൾക്ക് മനസ്സമാധാനവും ശാന്തമായ ജീവിത സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് വളരെ പ്രധാനമായി ഇന്ന് അത്യാധുനിക രീതിയിലുള്ള ജീവിത രീതികൾ ഉണ്ടെങ്കിലും, ജീവിതശൈലികളുണ്ടെങ്കിൽ തന്നെയും എങ്ങനെ ആധ്യാത്മിക ജീവിതം നയിക്കാം എന്നുള്ളത് വളരെ ശക്തമായി എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഇതിനൊരു മാനദണ്ഡം, രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഒരു മാനദണ്ഡം അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. തുടരുക. ശ്രീമതി ചിന്താ ജെറോം, ഓരോ മതത്തിൻ്റെ ഉള്ളിൽ നിന്നും പരിഷ്കരണം വരും 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 എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ ഓരോ ദിവസവും പുതിയ പീഡന കഥകളാണ്. പീഡന കഥകൾ മാത്രമല്ലല്ലോ, വലിയ തോതിലുള്ള സ്വത്ത് സമാഹരണം, വലിയ തോതിലുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അക്രമ സംഭവങ്ങൾ. നമുക്കറിയാം, പള്ളികൾ തമ്മിൽ സ്വത്ത് തർക്കം നടക്കുന്നു, മഠങ്ങളിൽ ഓരോ ദിവസവും സ്വത്ത് കുമിഞ്ഞുകൂടുന്നു. അതുപോലെ തന്നെ മദ്രസ സ്ഥാപനങ്ങളിൽ ഓരോ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സ്വയം പരിഷ്കരണത്തിലൂടെ സാധ്യമാവില്ല എന്ന് വരുമ്പോൾ അത് നിയമവിധേയമാക്കുകയല്ലേ വേണ്ടത്? അല്ല, ഇത് സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പറയുന്നത്. ഇവിടെ ചിലരൊക്കെ മോർ ഈക്വലായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. ആരും തൊടാൻ പേടിക്കുന്ന, ആരും അവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്ന് അന്വേഷിക്കുവാൻ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ വിരൽ ചൂണ്ടാനായി ഭയപ്പെടുന്ന സമ്മർദ്ദ ശക്തികളായിട്ട് ഇവിടെ ചില വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധ മതങ്ങളിൽപ്പെട്ട അതിന്റെ ഉയർന്ന ഘടകങ്ങളിൽ അല്ലെങ്കിൽ ഉയർന്ന ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ ഇപ്പം രാഷ്ട്രീയക്കാരെയോ മതത്തെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്തേണ്ടതില്ല. വിവിധ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പീഡന കഥകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വളരെ ശക്തിയുള്ള അല്ലെങ്കിൽ ശക്തരെന്ന് സമൂഹം വിലയിരുത്തുന്നവർ പലപ്പോഴും പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ഇരകൾക്ക് അല്ലെങ്കിൽ ഇതിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് പലപ്പോഴും നീതി ലഭിക്കാത്ത സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരാളും എല്ലാവരും തുല്യരായി മാറുന്ന ഒരു സാമൂഹിക ഘടനയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള അധികാരമുണ്ടെങ്കിലും അത് പണത്തിന്റെ ആയാലും സമ്മർദ്ദശക്തിയുടേതായാലും മതത്തിൻ്റെതായാലും രാഷ്ട്രീയ ബലത്തിൻ്റെതായാലും ഏത് സമ്മർദ്ദ ശക്തി അവർക്ക് മേൽ ഉണ്ടെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന ബോധത്തിലേക്ക് ആര് തെറ്റ് ചെയ്താലും അവരെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ഇടപെടി തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു നിയമത്തിന്റെ ഇടപെടിയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ ശ്രീ രാഹുൽ ഈശ്വർ? പള്ളി, മഠങ്ങൾ, അങ്ങനെ മതസ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന സമ്പത്ത് സമാഹരണം നമ്മൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയല്ലേ? ഇപ്പോൾ നരേന്ദ്രമോദി ഡിമോണിറ്റൈസേഷന് ശേഷം
എല്ലാ പണക്കാരൻ്റെയും അല്ലെങ്കിൽ ഏത് ബാങ്ക് ട്രാൻസാക്ഷൻ്റെയും പിന്നാലെ പോകുന്നു. പക്ഷേ ഈ മഠങ്ങൾക്ക് നേരെ, പള്ളികൾക്ക് നേരെ, 2 പള്ളികൾക്ക് നേരെയും പോകാൻ നരേന്ദ്രമോദി പോലും ധൈര്യം കാണിക്കില്ല എന്ന് പറയുമ്പോൾ ഇവർ എല്ലാ കാലത്തും സംരക്ഷിതരാണ് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സർ, രാഷ്ട്രീയമില്ലാതെ പറയട്ടെ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, എന്നും കമ്മ്യൂണിസ്റ്റുകാരോട് ആശയപരമായ യുദ്ധം ചെയ്ത് നിൽക്കുന്ന ആളാണ്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് മാത്രം ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ. ഞാൻ അവിശ്വാസിയല്ല, ഞാൻ ഈ അമ്പലങ്ങളുടെയും ആശ്രമങ്ങളുടെയും പള്ളികളുടെയും ഉള്ളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ നന്മകളും കുറെ തിന്മകളും നേരിട്ട് കാണുന്ന ആളാണ്. പക്ഷേ പലപ്പോഴും ചോദ്യം ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇല്ലാതായി പോകുന്നത് നിയമത്തിന് കടിക്കുന്ന പല്ലുകളില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരയ്ക്കുകയും ഡയലോഗ് അടിക്കുകയും ചെയ്യാവുന്ന സ്പേസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പലപ്പോഴും ചെയ്യുന്ന എന്താ, കുറെ കള്ളപ്പണമുള്ള ഒരു ബിസിനസ്സുകാരൻ അത്യാവശ്യം കാണാൻ സുമുഖനായ സംസാരിക്കുന്ന ആത്മീയ മേഖലയിൽ ഒരാളെ പിടിക്കും, ഒരു സന്യാസിയെ പിടിക്കും. അത് വെച്ച് പുള്ളി ഒരു ഹോസ്പിറ്റൽ തുടങ്ങും, അത് വെച്ച് പുള്ളി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങും. പറ്റാത്തവരെ പർച്ചേസ് ചെയ്ത് മേടിക്കും. പേര് പറയുന്നില്ല, പക്ഷേ പത്തനംതിട്ട, തിരുവല്ല ഭാഗങ്ങളിലുള്ള പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങിയ 1140 കോടി കഴിഞ്ഞ 10 വർഷത്തിൽ വന്ന ഏറ്റവും പ്രമുഖമായ ഇന്ത്യയിൽ മതപരിവർത്തനത്തിന് ഫണ്ട് വരുന്ന, പണ്ട് പലരും അദ്ദേഹത്തിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തി, ഇപ്പോൾ അദ്ദേഹം ഹിന്ദു വലതുപക്ഷത്ത് നിൽക്കുന്ന കുറച്ചുപേരെയും കാശ് കൊടുത്ത് പല രീതിയിൽ അങ്ങ് പർച്ചേസ് ചെയ്ത് ഇല്ലാതാക്കി. ഇതിന്റെ സത്യം ഇതാണ്. ഇത് നേരിട്ട് കണ്ട ആ വിഷമം കൊണ്ട് പറയുന്നതാണ്. ഇത് ചെയ്തെടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിൽ ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ആണ് ചെയ്തെടുക്കാൻ കഴിയുക. നമുക്ക് മാതൃക കാണിക്കാൻ കഴിയും. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവരുടെ മണി ഫ്ലോ എങ്ങനെ പോകുന്നു എന്ന് എനിക്കറിയാം. പലരും സോഷ്യൽ മീഡിയയിൽ പോലും ലക്ഷക്കണക്കിന് രൂപ ഫേസ്ബുക്കിലടക്കം ഡിജിറ്റൽ ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. ചാരിറ്റിക്ക് വേണ്ടി ആരെങ്കിലും കൊടുക്കുന്ന കാശുകളാണിവ. അപ്പൊ എങ്ങനെ ഇനി ഒരു അന്താരാഷ്ട്ര നിയമം ഒന്നും വന്നിട്ട് ഇവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. സിമ്പിൾ സ്റ്റെപ്പുകൾ മതി. ആ സ്റ്റെപ്പുകളിലൂടെ നമുക്കൊരു സൂപ്പർവിഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് നികേഷ് സാർ അടക്കമുള്ള ആക്ടിവിസ്റ്റുകളായ ജേർണലിസ്റ്റുകൾ ഈ വിഷയം ഉയർത്തണം. ഞാനിത് തിന്നേറി പറയുന്നതല്ല, പ്രാക്ടിക്കലി നടപ്പാക്കാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ആശ്രമങ്ങൾക്കും ബാധകമാക്കുക. അവിടുത്തെ വിശ്വാസികൾക്ക് എഴുതി ചോദിക്കാൻ സ്പേസ് ഉണ്ടാക്കുക. അപ്പോൾ എത്ര രൂപ എത്ര കാര്യങ്ങളിൽ പോയി എന്ന് മോണിറ്ററിംഗ് ആയി ഒരു സർവൈലൻസ് സൂപ്പർവിഷൻ പവർ ഗവൺമെന്റിന് കിട്ടും. ആ ഗവൺമെന്റിന് കിട്ടണം. ആ ബാലൻസ് ഇല്ലെങ്കിൽ പലപ്പോഴും വൺ സൈഡഡ് ആയി ഇത് എക്സ്പ്ലോയിറ്റേഷനിലേക്കും സെക്സ്പ്ലോയിറ്റേഷനിലേക്കും പോകും. ഈ വിഷയത്തെ രാഷ്ട്രീയത്തിന് അതീതമായി, കുമ്മനം ചേട്ടൻ നല്ല മനുഷ്യനാണ്, കാവ്യ ഉടുക്കാത്ത സന്യാസിയാണ്, കഷ്ടകാലത്തിന്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് വന്നു പോയിന്നേ ഉള്ളൂ. ഇതൊരു RSSനോ CPMന്റെയോ വിഷയമല്ല. അതിനപ്പുറം അമേരിക്കയിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് പോലെ ഒരു പൊളിറ്റീഷ്യൻ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. ഹിമോൽ ഭദ്രാനന്ദ, ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കിയപ്പോൾ കള്ളപ്പണവും കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടിയത് ഒരുപക്ഷെ കേരളത്തിലെ സന്യാസിമാരായിരിക്കും, മഠങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കുമോ അവിശ്വസിക്കുമോ? 300 കോടിയോളം ചെലവാക്കിക്കൊണ്ട് അമൃതാനന്ദമായി നമ്മുടെ ഇവിടുത്തെ ഇപ്പം ഇത് നടക്കുന്ന മലയാറ്റൂർ പള്ളിയുടെ അവിടുത്തെ സ്ഥലം മേടിച്ചോ ഇല്ലെന്നും ടെമ്പോ ട്രാവലറിൽ പൈസ കൊണ്ടുപോയി വാങ്ങിച്ച കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കുക. എനിക്ക് പറയാനുള്ള 2 കാര്യം, ഞാൻ അന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ വന്നത്. എനിക്ക് 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് തീർക്കുകയാണ്. കാരണം ഒന്ന്, ഈ അരയന്നം പാലും വെള്ളവും ചേർത്ത് ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ അരയന്നത്തിനെ കൊണ്ട് മാത്രമേ അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. മനുഷ്യർ അങ്ങനെ ആയിത്തീരണം. ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഏഷ്യാനെറ്റിലും പല മീഡിയയിലും പറഞ്ഞത് ഇപ്പൊ രാഹുൽ ഈശ്വർ പലതും കോട്ട് ചെയ്ത് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇവിടെ ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ ഈ അമൃതാനന്ദമയിയുടെ കാര്യം കുമ്മന രാജശേഖരന്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുമ്മൻ പറഞ്ഞ വാക്കിതാണ്, നമ്മുടെ കൂട്ടത്തിലുള്ള ഇത്തിരി സമ്പന്നരായിട്ടുള്ളവരും ഇതൊക്കെ ഇവരാണുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരീരത്തിൽ ഒരു ഭാഗം ക്യാൻസർ ആണെങ്കിൽ അതിനെ മുറിച്ചു കളയണം. പിന്നെ യഥാർത്ഥ സന്യാസിമാരുടെ കാര്യം, ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സന്യാസിമാര് എന്ന് പറയുന്നവരൊന്നും ഒരു ഓർഗനൈസേഷന്റെയും ഭാഗമായി നിൽക്കില്ല. ഇവിടെ ശ്രീരാമകൃഷ്ണ മഠത്തിലുള്ളവരെ എടുക്കാം, ചിന്മയ മിഷനിലുള്ളവരെ എടുക്കാം, ഒരുപാട് സന്യാസി വീരന്മാർ ഇവിടെ ഇന്നും ജീവിക്കുന്ന എന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലാത്തവരെ എനിക്കറിയാം. പക്ഷേ ഇവിടെ സോക്കോൾട്ട് ബ്രാൻഡ് ചെയ്ത് നടക്കുന്ന ഈ ആൾക്കാര്, ഇവരെ നമ്മൾ ഇവിടുന്ന് ഇത് ഒഴിപ്പിക്കണമെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ട ഇവിടുത്തെ സംഘപരിവാർ ശക്തികളാണ്. അവരാണ് ഇവരെ പലവരെയും ഫീഡ് ചെയ്യുന്നത്. കാവിയിട്ട ഏത് കഴുതയും ഏത് കാമവറിയനെയും സപ്പോർട്ട് ചെയ്യും അവര്. എന്നിട്ട് ഒരു ഓമം എഴുതിയെന്ന് വെച്ചാൽ മതി. പിന്നെ ഹിന്ദുസത്തെ കുറിച്ച് ഞാൻ വീണ്ടും പറയാണ്, ഇത് ഒരു സാഗരമായിട്ട് കിടക്കുന്ന സനാതന ധർമ്മത്തിന്റെ കൂടെ വന്ന് ചേർന്നിരിക്കുന്ന ഒരു ഇസ്തിള് മാത്രമാണ് ഈ ഹിന്ദുസം. ഹിന്ദു എന്നുള്ള പേര് പോലും ഉപയോഗിക്കരുത്. ഹിന്ദു എന്ന് പറയുന്നതേ തെറ്റാണ്. നമ്മൾ ഹിന്ദുക്കളാണ്.
നമ്മൾ സനാതന ധർമ്മ വിശ്വാസികളാണ്. ഇവിടെ ഈ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഹിന്ദുക്കൾ ജനത്തെ പറ്റിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അത്രയുണ്ട്. നല്ലൊരു അവബോധമാണ് നമ്മുടെ നാട്ടില് ഗുരുവര്യന്മാർ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മാധ്യമങ്ങളും അത് ശ്രദ്ധിക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സന്തോഷ് മാധവന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ആഗോള തലത്തിൽ നമ്മളുടെ ഭാരതത്തിന്റെ പൈതൃകത്തെ, സനാതന ധർമ്മത്തെ കംപ്ലീറ്റ് എല്ലാവരും മോശമാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു മീഡിയ വർക്ക് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. കാരണം ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും മാധ്യമങ്ങളിൽ പോലും 178ഓളം ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടവർ ഇതിനകത്ത് നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നുണ്ട്. അത് അന്ന് ഞാനിത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് എന്താണെന്ന്, നമ്മുടെ മിഥോളജി എന്താണെന്ന് ഇതൊക്കെ കുറിച്ച് നല്ലതുപോലെ പഠിച്ച് നല്ല സന്യാസിമാരെ ജീവിക്കുന്നത് നമ്മുടെ സ്വദേശികളല്ല, മറിച്ച് ഇന്ന് വിദേശികളാണെന്ന് കൂടെ ഓർക്കണം. അവരുടെ ശ്രീ രാഹുൽ ഈശ്വർ, ഈ കാമവെറിയന്മാരുള്ള മഠങ്ങളിൽ ഇപ്പോൾ ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് സംഘപരിവാർ തന്നെ കയറിക്കൂടുകയും അവിടെ അവരുടെ നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ നിയന്ത്രണമാണ് ഇപ്പോൾ ഈ പറയുന്ന കാമവെറിയന്മാരെയും പണക്കൊതിയന്മാരെയും സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഒരു വിഭാഗം. ഇല്ല, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് ആരെയും. മാതാ അമൃതാനന്ദമയി നമ്മുടെ അഭിമാനമാണ്. ശ്രീ രവിശങ്കർജി നമ്മുടെ അഭിമാനമാണ്. ബാബ രാംദേവ് നമ്മുടെ അഭിമാനമാണ്. സദ്ഗുരു ജഗ്ഗി വാസുദേവ് നമ്മുടെ അഭിമാനമാണ്. ഇത് എന്റെ കാഴ്ചപ്പാടി മാത്രമല്ല. ശ്രീ പിണറായി വിജയൻ പറയുന്നു നോക്കൂ, ശ്രീ VS അച്യുതാനന്ദൻ പറയുന്നു നോക്കൂ, കോടതിയും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രസിഡൻസ് പറയുന്നു നോക്കൂ. മാതാ അമൃതാനന്ദമയി അടക്കമുള്ളവരെ വെറുതെ കരിവാരിത്തേക്കുന്നതിനൊന്നും അർത്ഥമില്ല. ഇത്തരം വൃത്തികെട്ട ചാരിത്ര പ്രസംഗം നടത്തിയിട്ട് യാതൊരു മീനിങ്ങും ഇല്ല. സമൂഹത്തിൽ ലോകത്തിലെ ഇന്ത്യൻ ആത്മീയതയെ പരിചയപ്പെടുത്തുന്ന അവരെ പോലുള്ള മഹാഗുരുക്കന്മാര് നമ്മൾ ആദരിക്കേണ്ടവരാണ്. വെറുതെ കയ്യടിക്ക് വേണ്ടി സംസാരിക്കുകയല്ല നമ്മൾ വേണ്ടത്. പക്ഷേ ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്യുന്ന മറ്റാൾക്കാരുണ്ട്. അപ്പൊ സമൂഹത്തിൽ ഏതെങ്കിലും വലിയ ബിംബങ്ങൾക്കെതിരെ കല്ലെറിഞ്ഞോണ്ടൊന്നും കാര്യമില്ല. സുനാമി വന്നപ്പോൾ കേരള ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യം ചെയ്ത ഒരു മഠമാണ് മാതാ അമൃതാനന്ദമയി മഠം. ഞങ്ങൾക്കെല്ലാം അതിൽ അഭിമാനവുമാണ്. മാതാ അമൃതാനന്ദമയി ജിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ സംഘടനയിലെ ആൾക്കാർ അവിടെ പോകാറുണ്ട്. പരിവാർ പ്രസ്ഥാനങ്ങളിലെ ആൾക്കാർ പോകാറുണ്ട്, കോൺഗ്രസിന്റെ ആൾക്കാർ പോകാറുണ്ട്, നമ്മുടെ P. ഗോവിന്ദപിള്ള അടക്കമുള്ള ആൾക്കാർ അവിടെ വന്നിട്ടില്ലേ? അപ്പോൾ ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കരിവാരിത്തേക്കാനും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മോശമാക്കി തങ്ങൾ മാത്രം നല്ലതാണെന്ന് പറയുന്ന വളരെ ചീപ്പ് നമ്പറുകൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതല്ല നമുക്ക് വേണ്ടത്. സമൂഹത്തിൽ തെറ്റായ ആൾക്കാർ വളർന്നു വരാതിരിക്കാനുള്ള എന്ത് മെക്കാനിസമാണ് നമുക്ക് ഉണ്ടാകുന്നത്? വീണ്ടും ഓർക്കുക, മാതാ അമൃതാനന്ദമയി, ശ്രീ രവിശങ്കർ, ജഗ്ഗി വാസുദേവ്, ബാബ രാംദേവ് ഒക്കെ ഭാരതത്തിന്റെ ആത്മീയതയുടെ ഏറ്റവും ദീപ്തമായ മുഖങ്ങളാണ്. അവരെ കരിവാരിത്തേക്കുക അല്ല വേണ്ടത്. പകരം അവരെ കുറ്റം പറയുന്നവർ സാമ്പത്തിക ശക്തികളായിട്ടുള്ള മഠങ്ങളെ എല്ലാം തന്നെയും സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചു വിടുകയോ ചെയ്യുന്നവരിൽ ഇടതുപക്ഷവുമുണ്ട്. എന്തിന് വെറുതെ സംഘപരിവാറിനെ മാത്രം കുറ്റം പറയണം? സ്വാമി ശിവാനന്ദ, ആ നിലയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മാത്രം പിന്തുണയാണോ, അതോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ ധനസമാഹരണത്തിന് മാത്രമായി പ്രവർത്തിക്കുന്ന മഠങ്ങളുടെ സംരക്ഷണത്തിലുണ്ടോ? ഇല്ല, ഇതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ മാതാമൃതാനന്ദമയി മഠം അതുപോലെയുള്ള ധാരാളം നല്ലത് ചെയ്യുന്ന മഠങ്ങൾ ധാരാളമുണ്ട്. ഇതെല്ലാം ഈ കള്ളപ്പണം കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് ഒരിക്കലും. സമൂഹത്തിന് നന്മ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് ആ നന്മയ്ക്ക് എല്ലാ പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരെയും നല്ല മാർഗം കാണിച്ചു കൊടുക്കുന്നവരെയും ഒരു ചെറിയൊരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും മോശക്കാരാണ്, എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണെങ്കിൽ വേർതിരിക്കൂ. ആരൊക്കെയാണ് ഈ തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർ? പിടിക്കപ്പെട്ട് ലിംഗഛേദനം നടത്തുന്നവർ മാത്രമാണ് കുറ്റക്കാർ എന്ന് പറയാനാകില്ല. ഇത് വലിയൊരു ട്രെൻഡാണ്. ആ ട്രെൻഡിൻ്റെ ചെറിയ സൂചനകൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുറ്റക്കാരല്ല എന്ന് പറയുമ്പോൾ പരിഷ്കരണം നടപ്പിലാക്കേണ്ടത്, കുറ്റക്കാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ടത് അതിനകത്തുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുറ്റക്കാരല്ലാത്ത നിരപരാധികളായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാൻ പൊതുസമൂഹത്തിന് കഴിയൂ. അത് തന്നെയാണ് നികേഷ് സാർ ഞാൻ പറയുന്നത്. ഈ എല്ലാവരും മോശക്കാരാണെന്ന് ഒരിക്കലും നമ്മൾ വിധി എഴുതരുത്. കള്ളപ്പണക്കാരാണ് എല്ലാവരും എന്ന് വിധി എഴുതാൻ പാടില്ല. ഇതിൽ നന്മയും നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു രീതിയാണ് സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്. അതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് പഠിപ്പിക്കാനായിട്ടുള്ള
എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്നുള്ളത് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്യാസി വര്യന്മാരാണ് പഠിപ്പിക്കേണ്ടത്. ഇവർക്ക് ചീത്ത എന്താണ് നല്ലത് എന്താണ് എന്ന് തിരിച്ചറിയാനാകും എന്ന് കരുതിയിട്ടാണ് വീട്ടിൽ വിശ്രമിക്കാൻ അനുവദിക്കുന്നത്. പകരമോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതാണ് മറുപടിയായി പ്രതിഫലമായി നൽകുന്നത്. എങ്ങനെ മനസ്സിലാക്കും ഈ കള്ളനാണയങ്ങളെയും നല്ല നാണയങ്ങളെയും? അവിടെയാണ് നമ്മൾ മാധ്യമങ്ങളുടെ ശ്രദ്ധ അവിടെയാണ് വരേണ്ടത്. മാധ്യമങ്ങൾ ആണ് ഇന്ന് എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രോത്സാഹിപ്പിക്കേണ്ട മാധ്യമമാണ്. ദയവ് ചെയ്ത് നെഗറ്റീവ് ന്യൂസ് കൊടുത്തുകൊണ്ടും എല്ലാവരും മോശക്കാരാണ് എന്നുള്ള ഒരു പ്രസ്താവന പടർത്തരുത് എന്നാണ് നികേഷ് സാറിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം അക്കാര്യത്തിൽ എന്നോട് പറയുക അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പറയുക എന്ന് പറയുമ്പോൾ ഈ നിലയിൽ ഞാൻ ഹിന്ദു സമൂഹത്തെ മാത്രമായി കുറ്റം പറയുന്നില്ല. പക്ഷേ എല്ലാ മതങ്ങളിലും ഈ തരത്തിലുള്ള ദുഷ്പ്രവണതയുണ്ട്. ഇവരെല്ലാം തന്നെയും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഇപ്പോൾ ഈ സ്വാമി തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദു സ്ഥാപനങ്ങളുടെ പ്രഭാഷണങ്ങളിൽ മുന്നിൽ നിൽക്കുന്നയാൾ, അവിടുത്തെ ഹിന്ദു സംഘടനകളുടെ സമരത്തിൽ മുന്നിൽ നിൽക്കുന്നയാൾ, ഹിന്ദു ഐക്യവേദിയുമായി തോളോട് തോൾ ചേർന്ന് പോകുന്നയാൾ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ, ക്രിസ്ത്യൻ വൈദികൻ ഇതേ നിലയിൽ തന്നെ പീഡിപ്പിച്ച വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ വരികയുണ്ടായി. അദ്ദേഹം ആ സ്ഥാപനം നടത്തുന്ന പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി പോലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വരികിൽ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ളവരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് അറിയാതെ പോകുന്ന എത്ര സംഭവങ്ങളുണ്ടാകും. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളിൽ കള്ളനാണയങ്ങളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുമോ, അതോ പെൺകുട്ടികൾ കത്തിയുമായി മാത്രമേ യഥാർത്ഥത്തിൽ സന്യാസിമാരുടെയും വൈദികരുടെയും മറ്റ് പുരോഹിതരുടെയും അടുത്തേക്ക് പോകാൻ പാടുള്ളൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണോ വേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മൾ പറഞ്ഞ് പലപ്പോഴും അഭിമാനം കൊള്ളുമ്പോൾ നമ്മളുടെ നാട്ടിൽ എന്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്, ഇവർക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് ആദ്യം അതാണ് പ്രധാനമായിട്ട് വിലയിരുത്തേണ്ടത്. കാരണം എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരും മോശക്കാരാണ്, അതുകൊണ്ട് പുരുഷ സമൂഹം മുഴുവനും ഇങ്ങനെ പീഡന വിഭാഗക്കാരാണ്, സ്ത്രീകളെല്ലാവരും കത്തിയുമായിട്ട് നടക്കണം, ഇങ്ങനെയാണോ കേരളത്തിൻ്റെ സംസ്കാരം? ഇങ്ങനെയാണോ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? എന്താണ് ഇതിനുള്ള പരിഹാരം എന്നാണ് നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നത്. മാത്രം പറയുന്നില്ല ശ്രീ രാഹുൽ ഈശ്വർ, കത്തിയുമായി നടന്നോളൂ പെൺകുട്ടികളെ എന്ന് പറയാനേ എനിക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെയല്ല സാർ, അല്ല സാറിന്റെ ആ മനോഭാവം ഉൾക്കൊള്ളുന്നു. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അച്ഛനമ്മമാർക്ക് ചൂണ്ടിക്കാട്ടാനുള്ള കഴിവുണ്ടാകണം. ഏറ്റവും പ്രധാനം, ഞങ്ങളടക്കം ആരെയും വിശ്വസിക്കരുത്, നിങ്ങൾ ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രം നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ട്രസ്റ്റ് ആണ് പലപ്പോഴും സൂപ്പർസ്റ്റിഷനായിട്ടും ബ്ലൈൻഡ് ബിലീഫായിട്ടും നമ്മുടെ സമൂഹത്തിൽ പോകുന്നതും വരുന്നതും ആർക്കും നമ്മൾ കൊടുക്കുന്നത്. ചോദ്യം ചെയ്യുക, അന്വേഷിക്കുക, കോൺഫറന്റേഷണലായി പ്രവർത്തിക്കുക. വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ കണ്ടപ്പം ആദ്യം ധാർഷ്ട്യത്തോടെ ചോദിച്ചത് നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നാണ്. അല്ലാതെ അദ്ദേഹം പറയുന്നത് അന്ധമായി സ്വീകരിക്കുകയല്ല. ചിലപ്പോഴെങ്കിലും പറയട്ടെ, കേരള പൊതുസമൂഹത്തിനും വിശിഷ്യ ഹൈന്ദവ സമൂഹത്തിനും ആ അന്ധവിശ്വാസത്തിലേക്ക് സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ചോദ്യം ചെയ്യുക, ഉത്തരങ്ങൾ തേടുക, ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക, കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക, ജാഗ്രത ഉണ്ടാകുക. അതോടൊപ്പം എൻ്റെ അനിയത്തിമാർ ദയവായി കത്തി കയ്യിലെടുക്കണ്ട, ദയവായി നിയമം കയ്യിലെടുക്കണ്ട, മൊബൈൽ കയ്യിലെടുക്കുക. വനിതാ കമ്മീഷന്റെ അടക്കം നമ്പറുകളുണ്ട്, 1091 അടക്കമുള്ള നമ്പറുകളുണ്ട്. ഈ നമ്പറുകൾ കൃത്യമായി ഉപയോഗിക്കുക. ശ്രീമതി ചിന്താ ജെറോം, മറ്റു രാജ്യങ്ങളിൽ സ്വന്തം മക്കളെ ആണെങ്കിൽ പോലും ഒന്ന് തലോടണമെങ്കിൽ ഇങ്ങനെ തലോടാമോ ഇങ്ങനെ തലോടാമോ എന്നത് സംബന്ധിച്ച് വ്യവസ്ഥകളുണ്ട്. അപ്പോഴാണ് മറ്റൊരിടത്ത് നിന്ന് ഈ വീട്ടിലേക്ക് കുടിയേറി പാർക്കുന്ന ഒരാളുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്തത്. ഇത്തരത്തിലുള്ള ആത്മീയ വ്യാപാരികളെ നാം കണ്ണടച്ച് വിശ്വസിക്കുന്നത്. നേരത്തെ ചിന്ത ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ മുൻപൊക്കെ ബലാത്സംഗം നടന്നാൽ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടന്നാൽ പുറത്തു നിന്ന് ആരെങ്കിലും വന്നോ എന്നാണ് ചോദ്യമെങ്കിൽ ഇപ്പോഴത് സ്വന്തം വീട്ടിലെ ആളുകളെ ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ ആ നിലയിൽ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, നിയമങ്ങൾ, അതല്ലാതെ നമുക്ക് പോംവഴിയുണ്ടോ ഇത്തരം മതസ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, മതസ്ഥാപനങ്ങളിലെ ആത്മീയ വ്യാപാരികളുടെ കാര്യത്തിൽ, വീട്ടിലെ ആളുകളുടെ കാര്യത്തിൽ? വിജയ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ എങ്ങനെ തലോടണം, എങ്ങനെ സ്പർശിക്കണം എന്നതിനെ സംബന്ധിച്ച് എഴുതപ്പെട്ട നിയമങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. പക്ഷേ അതിന്റെ ആവശ്യം നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ലായിരുന്നു. കാരണം കേരളം വളർത്തിയെടുത്ത, കേരളം രൂപപ്പെടുത്തിയെടുത്ത ഒരു നവോത്ഥാന മനസ്സ്, ഒരു പുരോഗമന മനസ്സ് ഈ നാടിന് ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് നമ്മുടെ നവോത്ഥാന മനസ്സിനെ
കവർന്നെടുത്തുകൊണ്ട് പോകുവാൻ സംഘടിതമായ ഒരു ശ്രമം നടക്കുന്നുണ്ടോ? അങ്ങനെ നവോത്ഥാന മനസ്സിനെ കവർന്നെടുക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ മൂല്യങ്ങളെ, നമ്മൾ കാലാകാലങ്ങളായി കാത്തു സൂക്ഷിച്ചിട്ടുള്ള പരിപാലനമായ നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും തകർത്തെറിയുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പ്രതി ആര് എന്ന് ചികഞ്ഞു ചെല്ലുമ്പോൾ അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ പ്രതിയുടെ കുപ്പായമണിഞ്ഞ് നിൽക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യം പൊതുസമൂഹത്തിനകത്തൊരു വലിയ ബോധവൽക്കരണം തന്നെയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുവാൻ തീർച്ചയായും നമ്മുടെ പെൺകുട്ടികൾക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ആത്മീയതയ്ക്ക് വലിയ തരത്തിലുള്ള അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആത്മീയത എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യനെ നേർവഴിക്ക് നയിക്കുവാനുള്ള മാർഗം തന്നെയാണ്. പക്ഷെ ആ നേർവഴിക്ക് നയിക്കേണ്ട ആത്മീയതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് കപട സന്യാസികൾ, ഞാൻ വളരെ കൃത്യമായ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, സന്യാസി എന്നൊരിക്കലും ഇദ്ദേഹത്തെ നമുക്ക് സൂചിപ്പിക്കുവാൻ കഴിയില്ല, കപട സന്യാസി തന്നെയാണ്. ആ കപട സന്യാസിക്ക് നമ്മുടെ വീടുകളിൽ സ്വീകാര്യത കിട്ടുന്ന ഒരു പരിസരം, ഒരു സാമൂഹ്യ പരിസരം നവോത്ഥാനത്തിന്റെയും വിപ്ലവത്തിന്റെയും മണ്ണായ കേരളത്തിൽ എങ്ങനെ വന്നു എന്നുള്ളത് സ്വയം പരിശോധന നമ്മൾ എല്ലാവരും നടത്തേണ്ടതാണ്. ആ പരിശോധന നടത്തുമ്പോഴാണ് എവിടെ വെച്ചാണ് കേരളത്തിന്റെ നവോത്ഥാന മനസ്സ് നമുക്ക് പണയപ്പെട്ടു പോകേണ്ടി വന്നിട്ടുള്ളത് എന്നതിന് ഉത്തരം കണ്ടെത്താൻ കഴിയണം. സൗമ്യ ട്രെയിനിൽ നിന്നും അലറി വിളിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിയുടെ കയ്യിൽ നിന്നൊന്ന് രക്ഷപ്പെടുവാൻ അപ്പോൾ മുഖം തിരിച്ചവരാണ് മലയാളികൾ. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. ചിന്ത, നമ്മുടെ പൊതുസമൂഹത്തിന്റെ മനോഭാവം തീർച്ചയായും മാറണമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സ്വാമി ശിവാനന്ദ, ഇപ്പോൾ കാഷായമിട്ട കഴിവരുടെ മോൻ എന്ന് പോലും ഒരു സിനിമ വാചകത്തിൽ ഒരു കഥാപാത്രത്തെ വിശദീകരിക്കാൻ മറ്റൊരു കഥാപാത്രം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ എന്താണ് ഇതിനെക്കുറിച്ച് എന്നുള്ളത് കൃത്യമായ ബോധ്യപ്പെടുത്തലാണത്. നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ് കാഷായം ഇടാനുള്ള ഒരു അവസരം ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ശരിയാണ്, അതിന് പ്രതിബന്ധങ്ങളൊന്നുമില്ല. നേരിട്ട് എനിക്ക് നാളെ വേണമെങ്കിൽ ഒരു കാഷായ മുണ്ടും കാഷായ മേൽമുണ്ടും ധരിച്ച് പോകാമെങ്കിൽ ആർക്കും അത് ചെയ്യാം എന്നുള്ളതാണ് സ്ഥിതി. അതിനപ്പുറത്തേക്ക് മഠങ്ങളിൽ എത്തുന്നവർ, ഇത്തരം ആളുകൾ മഠങ്ങളിൽ നിന്നാണല്ലോ ഈ തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടത്തുന്നത്. അറപ്പ് തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നവർ, മദ്യപിക്കുന്നവർ, അതുപോലെ തന്നെ സ്ത്രീകളോട് അനാവശ്യമായ രീതിയിൽ പ്രതികരണങ്ങൾ നടത്തുന്നവർ, പണം കണ്ടാൽ കണ്ണുമഞ്ഞളിച്ചു, ഇവരെയൊക്കെ നിങ്ങൾക്ക് നിത്യ സംഭാഷണങ്ങളിൽ പെരുമാറ്റങ്ങളിൽ തിരിച്ചറിയാനാകില്ലേ? അവരെ മഠങ്ങളിൽ ഒറ്റപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ ശരിയേത് തെറ്റേത് എന്ന് പൊതുസമൂഹത്തിനോട് വേർതിരിച്ച് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് അവരെ വേർതിരിച്ച് മനസ്സിലാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയല്ലേ? ധാരാളം ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നില്ല എന്നല്ല, എല്ലാ മഠങ്ങളും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ എല്ലാ ആളുകളെയും പ്രലോഭിപ്പിച്ച് വഴിതെറ്റിപ്പിക്കുന്നതും അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒരു ക്രോഡീകരണം, ഒരുമിച്ചിരുന്നുള്ള ചർച്ചയും ഇതെങ്ങനെ ഇനി നാളെ സംഭവിക്കാതിരിക്കാം, ഇതെങ്ങനെ ലോകം മുഴുവനും, ഭാരതീയ ആത്മീയത ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ഇതിനെ നിഷ്കരുണം ഇല്ലാതെ തേജോവധം ചെയ്യുന്നതെല്ലാം മോശക്കാരാണ് ഇവരെല്ലാവരും എന്ന് പറഞ്ഞ് തേജോവധം ചെയ്യുകയല്ല വേണ്ടത്. ഇത് എങ്ങനെ ഇല്ലാതെയാക്കാം, ഇങ്ങനെയുള്ള പ്രവണതകൾ എങ്ങനെ ഇല്ലാതെയാക്കാം എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നത്. എല്ലാ മഠങ്ങളും ചെയ്യുന്നുണ്ട് അവരവരുടെ രീതിയിൽ. ഇതിൽ മോശക്കാരെ പറഞ്ഞു വിടുന്നുണ്ട്, അല്ലാത്തവരെ മാറ്റി നിർത്തുന്നുണ്ട്. ഇതെല്ലാം എല്ലാ മഠങ്ങളും ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്നല്ല. എങ്കിലും ഇതല്ലാതെ എങ്ങനെ ഇതിനെ ഒഴിവാക്കാം, ഇനി ഒരു ദുരിതം, ഇനിയൊരു ബുദ്ധിമുട്ട് ഇല്ലാതെയാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് ഇവിടെ തീരുകയല്ല വേണ്ടത്. എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് ഇതിനെങ്ങനെ നമുക്ക് ഇനിയൊരു ദുരിതമില്ല. അതല്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പെൺകുട്ടികളെല്ലാവരും കത്തിയായിട്ട് നടക്കുക, അങ്ങനെയല്ല ഉപദേശിക്കേണ്ടത്, അങ്ങനെയല്ല നമ്മൾ ഉപദേശിച്ചു കൊടുക്കേണ്ടത്. അവരെല്ലാം നമ്മളുടെ സഹോദരന്മാരായി കണ്ട് അവർക്ക് നല്ല വഴി ഉപദേശിച്ചു കൊടുക്കാനും അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഉള്ള ഭാഗം എല്ലാവരുടെ ഭാഗത്തു നിന്നും വളരെ ശ്രദ്ധയോടെയുള്ള, സ്നേഹത്തോടെയുള്ള പെരുമാറ്റങ്ങളും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകുകയാണ് വേണ്ടത്. അല്ലാതെ ശ്രീ രാഹുൽ ഈശ്വർ, അവസാനമായി ഇതിനൊരു പൊതു അവബോധം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു സംഭവം ഉണ്ടായ, ഒരു ക്രൈം നടന്നാൽ അതിൻ്റെ രണ്ട് വശങ്ങളും പരിശോധിക്കാൻ എല്ലാവരും തയ്യാറാകും. ഇവിടെ
രണ്ട് വശങ്ങളും ആർക്കും പരിശോധിക്കേണ്ട. ഈ സന്യാസി വസ്ത്രധാരി തെറ്റാണ് എന്നും ആ പെൺകുട്ടി ശരിയാണ് എന്നും ഒറ്റയടിക്ക് തന്നെ മഹാഭൂരിപക്ഷം പേരും പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യം എന്ന് വെളിപ്പെടുത്തുന്നില്ലേ? ഇപ്പോൾ ഈ പെൺകുട്ടി വൈദ്യപരിശോധനയ്ക്ക് തയ്യാറല്ല. നമുക്കെന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിനാകെ പരാതിയില്ല. ഈ സന്യാസി പറയുന്നത് ഞാൻ തന്നെയാണ് കുറിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ആ നിലയിൽ ആ പെൺകുട്ടിയുമായി അത് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കുടുംബവുമായി കണക്ട് ചെയ്യാൻ തയ്യാറല്ല. വില്ലൻ ആരാണ് സമൂഹത്തിലെ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് ഈ സംഭവം. ആ വില്ലൻ സ്വഭാവം നിയന്ത്രിക്കേണ്ടത്, ആ വില്ലൻ സ്വഭാവം ഇല്ലാതാക്കേണ്ടത് സന്യാസിമാർ തന്നെയാണ്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹം തന്നെയാണ്, അല്ലെങ്കിൽ ഏത് ആളാണോ പ്രതി ചേർക്കപ്പെടുന്നത് ആ പ്രതി ചേർക്കപ്പെടുന്നവരുടെ മതം തന്നെയാണ്. മതം ആ നിലയിൽ ഇത്ര കണ്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ഈ മതത്തെ ഉപയോഗിച്ച് ദുർനടപടികൾ നടത്തുന്നവർ തന്നെയല്ലേ? അത് കറക്റ്റാണ് സാർ. അത് മാത്രമല്ല, ഒരു സന്യാസിയോടുള്ള ബഹുമാനം കാരണമാണ് ഈ സന്യാസിയെ എല്ലാവരും തള്ളി പറയാനുള്ള ആർജവം കാണിക്കുന്നത്. അതിന്റെ കാരണം ഈ കുട്ടിയുടെ കൺസെന്റോടുകൂടി ചെയ്താൽ പോലും ഒരു സന്യാസിയുടെ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു ചൂഷണ സ്വഭാവം ഒരു സന്യാസിമാർക്കും പാടില്ല. ഇതൊരു സാധാരണക്കാരനാണെങ്കിൽ 100 പേര് തിരിച്ചു ചോദിക്കുമായിരുന്നു, ഈ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലായിരുന്നോ, അവൾ എന്തുകൊണ്ട് മുമ്പ് പരാതി കൊടുത്തില്ല, അവൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകണം, അവൾ വെർജിനാണോ, അവളുടെ മുമ്പിൽ ഇതേപോലെ ഇന്റർകോഴ്സ് നടന്നുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരും. ഇത് ഏകപക്ഷീയമായി അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ആർജവം കാണിക്കുന്നത് യഥാർത്ഥ സന്യാസിമാരോട് അത്രമാത്രം ബഹുമാനമുണ്ടെന്നും അവർ അത്രമാത്രം കളങ്കരഹിതരുമാണെന്നുമുള്ള ഉള്ളിലെ കൺവിക്ഷൻ കൊണ്ടാണ്. ഞാനിത് സന്യാസിമാരോടുള്ള ആദരമായി കാണുന്നു. ഞാൻ അടക്കമുള്ള ഹൈന്ദവ സമൂഹ പ്രവർത്തകരും ശിവാനന്ദജി അടക്കമുള്ള സന്യാസിമാരടക്കമുള്ള എല്ലാ സന്യാസി സമൂഹത്തിലെ ആൾക്കാരും ഞങ്ങൾ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുകയും ഞങ്ങളിൽ ബഹുഭൂരിപക്ഷം നല്ലവരാണെങ്കിലും തെറ്റുകാരുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാനുള്ള ഒരു വേക്കപ്പ് കോൾ ആണിത്. ആ വേക്കപ്പ് കോള് മാധ്യമ ജാഗ്രത വേണം. മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ എക്സ്പോസ് ചെയ്യണം. ഇതൊരു വേക്കപ്പ് കോളാണ്. ചിന്ത അവസാനമായ ഒരിക്കൽ കൂടി, സന്യാസിമാരുടെ കഥ മാത്രമല്ല, നമ്മൾ രാഷ്ട്രീയക്കാരുടേത് ഇടതടവില്ലാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മതത്തിന് നേതൃത്വം നൽകുന്നവർ, രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്നവർ, പൊതുസമൂഹത്തിന് ആകെ തന്നെയും മാതൃകയാകേണ്ടവരാണ് യഥാർത്ഥത്തിൽ ഈ ചളിക്കുണ്ടിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമാണ്. നമ്മുടെ പൊതുസമൂഹത്തിൽ ഓരോ വ്യക്തികളും വച്ചു പുലർത്തേണ്ടതായിട്ടുള്ള മാന്യതയുണ്ട്. സ്ത്രീയോട് കാണിക്കുന്ന ബഹുമാനം, അവളുടെ ശരീരത്തിന് കൊടുക്കുന്ന ആദരവ്, ആ ആദരവ് ആര് കൊടുക്കാതിരുന്നാലും, അത് ഏത് മഹാനായാലും അദ്ദേഹത്തിന്റെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നത് ഏറ്റവും ആവശ്യമാണ്. മറ്റൊന്ന്, കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി വളരെ ധീരമായിട്ടുള്ള നടപടിയാണ്. ആ പെൺകുട്ടിയുടെ പ്രവൃത്തിയെ ശക്തമായ നടപടി എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ, നിർഭയ കേസ് പുറത്തു വന്ന സമയത്ത് അന്നത്തെ ഭരണാധികാരി പറഞ്ഞത് പെൺകുട്ടികൾ പുറത്തിറങ്ങരുതെന്നാണ്. അതാണ് ഭരണാധികാരികൾ തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിലെ ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീപക്ഷ നയം, അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹം ഇന്ന് ആ പെൺകുട്ടിക്കൊപ്പം ഇരയ്ക്കൊപ്പം നിൽക്കുവാൻ തയ്യാറാകും. വളരെ നന്ദി ചിന്ത ജെറോമോ. ഒപ്പം തന്നെ സ്വാമി ശിവാനന്ദ സ്വരൂപൻ, രാഹുൽ ഈശ്വർ, ഹിമവൽ ഭദ്രാനന്ദ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നമസ്കാരം.